ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ജാങ്കോ യൂസ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ. ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റിയാക്റ്റ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് എൻഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ റിയാക്റ്റ് ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ കോൺഫിഗറേഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. മെയിൻലി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഫോൾഡറിനുള്ളിൽ. എന്നിട്ട് ആ ഫോൾഡറിനുള്ളിൽ വേണം ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് എൻഡിൻ്റെ നമ്മൾ റിയാക്റ്റിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് കോൺഫിഗറേഷൻ ചെയ്ത് വെക്കാൻ. അതാണ് ഇവിടെ ഫസ്റ്റ് നടക്കുന്നത്. ആൻഡ് ഈ റിയാക്ട് സെറ്റപ്പ് എല്ലാം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറി ജസ്റ്റ് കോഡ് കോപ്പി ചെയ്ത് അടിച്ചാൽ മതി. റിയാക്ട് സെറ്റപ്പ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മളിവിടെ സ്റ്റൈലിങ്ങിന് വേണ്ടി നമ്മൾ CSS അല്ല യൂസ് ചെയ്യുന്നത്, ടെയിൽ വിൻഡാണ് യൂസ് ചെയ്യുന്നത്. സോ ടെയിൽ വിൻഡും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ചെയ്യാൻ കൊടുത്തേക്കാം. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് ടെയിൽ വിൻഡും ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ റിയാക്റ്റിൻ്റെ ഇൻ്റർഫേസ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് ടെയിൽ വിൻഡാണ്. ഓക്കെ, റിയാക്റ്റ് ആൻഡ് ടെയിൽ വിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റിയാക്റ്റിലെ app.jsൽ ഓൾറെഡി അവിടെ ഒരു കോഡ്സ് കാണും. അത് ജസ്റ്റ് മാറ്റിയിട്ട് ഈ കോഡ്സ് അടിക്കുക. അതിൽ ജസ്റ്റ് RAFCE എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താലും ഈ ഒരു കോഡ് പെട്ടെന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബേസ് ലെവലിലാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കോഡ് തന്നെ റിയാക്റ്റിൻ്റെ ടൈപ്പ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി റിയാക്റ്റിൻ്റെ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ പ്രീവിയസ് ചെയ്തൊരു ഫോൾഡറിൻ്റെ പ്രോബ്ലം കാരണം വന്നതാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വരണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വന്നെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിങ്സിൽ പോയി ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇൻ കേസ് പ്രോബ്ലം മെയിൻലി ടെയിൽ വിൻഡ് വർക്ക് ആയില്ലെങ്കിൽ മാത്രം. ഓക്കെ, അത് വർക്കായിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഹെഡർ ടാഗ്, മെയിൻലി സ്റ്റോറീസ് വരുന്ന ടാഗ്, ആ ഒരു സൈഡാണ് നമുക്ക് മെയിൻലി ഫസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ടത്. സോ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡർ ടാഗിന് വേണ്ടി നമ്മൾ കമ്പോണൻസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിനുള്ളിൽ ആണ് നമ്മൾ ഹെഡർ, നാവ് ബാർ, മെയിൻലി ഹെഡർ, ഫൂട്ടർ അങ്ങനെയുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഹെഡറിനകത്ത് മെയിൻലി
കുറേ പേരുടെ സ്റ്റോറീസ് കാണും. ആ സ്റ്റോറീസ് ജസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാറ്റിക്കായിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് പ്രോജക്റ്റ് ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൈനാമിക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഡിസൈനിങ് മാത്രമേ ഉള്ളൂ. സോ മെയിൻലി നമ്മൾ ഡേറ്റാസ് എന്നുള്ളൊരു ഇതുണ്ടാക്കി അതിനകത്ത് നമ്മൾ ഒരു 4-5 സ്റ്റോറീസിൻ്റെ ഇത് ഇടുകയാണ് മെയിൻലി ഡേറ്റാസായിട്ട്. സോ ഈ ഡേറ്റാസ് എന്നുള്ളത് ആ ഡിബിനകത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് മാപ്പ് വെച്ചിട്ട് ലൂപ്പ് ചെയ്താൽ മതി. സോ അതെല്ലാം ഓൾറെഡി വന്നു തരും. സോ നമ്മൾ 5 ഡേറ്റാസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമുക്ക് ഇതിനെ എല്ലാത്തിനും കൂടെ ഒരു പേജിൽ നമുക്ക് മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ലൂപ്പ് പോലെ കൊണ്ടുവരണം. സോ അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വിഡ്ത്ത് സ്ക്രീൻ മീൻസ് വിഡ്ത്ത് ഫുൾ സ്ക്രീനായിട്ട് കൊടുക്കുന്നതാണ്. മെയിൻലി നമ്മളിവിടെ ഇപ്പോൾ ഫോണിൻ്റെ ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ റെസ്പോൺസീവായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ലാപ്ടോപ്പ് സ്ക്രീനായിട്ട് ചെയ്യുന്നില്ല. മെയിൻലി ഇതായിട്ടാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുക്കുന്നു, ടെക്സ്റ്റ് വൈറ്റ് കൊടുക്കുന്നു. ആൻഡ് ആ ഒരു ഹെഡ് ടാഗ് മുകളിൽ ഫിക്സ് ആകാൻ വേണ്ടി ഫിക്സ്ഡ് എന്നുള്ള ടാഗും കൊടുക്കുന്നതാണ്. ഇത് കണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ബേസ് ലെവലിലേ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ടെയിൽവിൻഡ് സീസസിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ക്ലാസ് ബേസ്ഡായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റും ഈ ടെയിൽവിൻഡിനകത്ത്. ഈ ടെയിൽവിൻഡിലൊക്കെ വളരെ ഈസിയാണ്. സോ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇത് കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ് ഈ റിയാക്റ്റും ടെയിൽവിൻഡ് സീസസും. ഗൈസ് ഈ എറർ അടിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ഡേറ്റാസിനകത്ത് ID എല്ലാം 111 എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ആൻഡ് നമ്മൾ ആ ഒരു ഡിഫിനകത്ത് ഈസിക്കൽ ID എന്നുള്ള ഇതും കൊടുക്കണം. അതിൻ്റെ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ അത് കറക്റ്റാക്കാം. ഗൈസ് ആ ഹെഡറിൽ എറർ വന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. ജസ്റ്റ് ഞാനത് വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കുകയാണ്, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് മെയിൻലി നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹോം പേജാണ്. ഹോം പേജ് എന്ന് പറയുമ്പോൾ പേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പേജസിനകത്ത് home.js എന്നുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പോലെയാണ്. മെയിൻലി ആരാണ് പോസ്റ്റ് ഇട്ടതെന്നുള്ള മെയിൻലി ആ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ആളുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ ആൻഡ് അതിൻ്റെ താഴെ ആ ഒരു പോസ്റ്റിൻ്റെ ഫോട്ടോ, അതാണ് മെയിൻലി കൊടുക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക്
പോസ്റ്റ് ചെയ്ത ആളുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ആ ഒരു ഇമേജ് നെറ്റിൽ നിന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് എടുക്കാം, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അടിച്ചെടുക്കുന്നുള്ളൂ. ആൻഡ് ഈ ഇമേജിൻ്റെ സൈസ് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ ഈ ഒരു ഇമേജ് ടാഗിനകത്ത് തന്നെ നമുക്ക് കൊടുക്കാം. ഇത് Tailwind CSS വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. CSS പോലെ ഒരു അത്രയും വേറെ പേജ് പോയി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റൈൽ എന്നുള്ള ഇത് വെച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യണമെന്നില്ല. ഈ MX ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാഡിങ് കിട്ടാൻ വേണ്ടി, വലിയ പാഡിങ് എന്നല്ല, ഒരു കണ്ടെയ്നർ ആയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയാണ് അകത്തുള്ള ഒരു ഡിപ്സ്. ആൻഡ് ആ ഒരു വിഡ്ത്തും കൊടുക്കുന്നത് 300 px ആണ് കൊടുക്കുന്നത്. സോ MX ഓട്ടോ ആൻഡ് വിഡ്ത്ത് കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു കണ്ടെയ്നറിനകത്ത് സെക്കൻഡ് ഡിപ്സ്, ഇന്നർ ഡിപ്സ് വരാൻ വേണ്ടിയാണ്. ആൻഡ് H2 എന്ന് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു പോസ്റ്റ് ഇട്ട ആളുടെ നെയിമാണ്. ഞാൻ ജസ്റ്റ് ടാറ്റ TVയിൽ നിന്ന് എന്തോ ഒരു നെയിം കൊടുക്കുകയാണ്, പെട്ടെന്ന് ഓർത്ത് വന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിംസ് നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ഫ്ലെക്സ് കൊടുക്കണം. ഫ്ലെക്സ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുകയാണ്. ഫ്ലെക്സ് രണ്ടും തമ്മിലുള്ള ഒരു ഇമേജും ആ ഒരു നെയിംസും തമ്മിലുള്ള ജസ്റ്റ് CSS എന്നത് ചെയ്യുന്ന പോലെ തന്നെയാണ് Tailwindൽ, ഒന്നുകൂടി ഈസി ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്താൽ മെയിൻലി ഒരു പ്രൊഫഷണലി ജസ്റ്റ് നമ്മൾ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തിടുക. എന്താണ് എന്തെങ്കിലും ഒരു കാർഡോ കാര്യങ്ങളോ ഇതുപോലെ ചെയ്തെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു എന്ന് നമ്മൾ എഴുതിയിടുക. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ, കോഡിൽ കൺഫ്യൂഷൻ അടിച്ചാലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവിടെ ഈ കോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എൻഡ് ചെയ്യുന്നതാണെന്ന്. സോ അല്ലെങ്കിൽ വലിയ കുറേ കോഡ്സ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ ചെയ്തിടുന്നത് നല്ലൊരു വേ ആണ്. ഞാൻ ജസ്റ്റ് ബാറ്റ്മാൻ്റെ ഒരു ഫാനായിട്ട് ഒരു ഇമേജ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് കൊടുക്കാം, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കുന്നുള്ളൂ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി. നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ പോസ്റ്റ് ഇട്ട ഇമേജ് ഉണ്ടല്ലോ, നമുക്ക് ഇത് കണ്ടെയ്നറാക്കി ലെവലിൽ വെക്കണം. നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. മെയിൻലി നമുക്ക് ആ ഒരു സെക്കൻഡ് കൊടുത്ത ഇന്നർ ഡിവിനകത്ത് ഇങ്ങനെ MX ഓട്ടോ ആൻഡ് വിഡ്ത്തിൻ്റെ സൈസ് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇതൊന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കൊടുക്കണമെന്നില്ല. അതിന് മെയിൻലി ഈ ഒരു പോസ്റ്റ് ഇട്ട ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഞാനിപ്പോൾ കൊടുത്തില്ല. നിങ്ങൾക്ക് വേണേൽ കൊടുക്കാം. ഇത് ജസ്റ്റ് അതിനകത്ത് ഫിറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ കൊടുത്തില്ലെന്നുള്ളൂ. ആ ഒരു ഇമേജ് കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് മാത്രം. പക്ഷേ അങ്ങനെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ PT എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൊടുക്കുന്നത്. അതെന്ന് പറയുമ്പോൾ പാഡിങ് ടോപ്പ് എന്നാണ് അർത്ഥം. നമ്മൾ CSSനകത്ത് പാഡിങ് ടോപ്പ് എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ PT മൈനസ് എത്രയാണോ നമുക്ക് കൊടുക്കേണ്ടത് അത്രയും കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഐക്കൺസ് ആണ്. മെയിൻലി ലൈക്ക്, കമൻറ്റ്, ആ ഒരു ഐക്കൺസ് എടുക്കുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ കേസ്. സോ അതിന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈറ്റിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് മെയിൻലി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഗൂഗിൾസിൻ്റെ മെറ്റീരിയൽ ഐക്കൺസ് എന്നുള്ള ഒരു സൈറ്റിലാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. അതിൻ്റെ ഓരോ സൈറ്റിൻ ബേസ് ചെയ്ത് ആ ഒരു ജസ്റ്റ് കോൺഫിഗറേഷൻ മാത്രം സെപ്പറേറ്റ് ആയിരിക്കണം എന്നുള്ളൂ. നമ്മൾ ഈ ഐക്കൺസ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻലി ആ index.html എന്നുള്ള ഫയലിനകത്ത് നമ്മൾ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കോഡിനകത്ത്. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ലൈക്ക്, കമൻറ്റ് എന്നുള്ള ഇതൊക്കെയാണ് മെയിൻലി. ഇപ്പോൾ നമുക്കിതിനകത്ത് ലൈക്ക് അവൈലബിൾ ആണ്, കമൻറ്റ് കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം കമൻറ്റ് അവൈലബിൾ അല്ല. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യാൻ പോകുന്നില്ല, ഉള്ളത് വെച്ച് ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫ്ലെക്സ് ടാഗ് ആൻഡ് ഒരു സ്പേസ് കൊടുക്കുകയാണ്. സോ അതെല്ലാം ഒരു ഫ്ലെക്സ് ആയിട്ട് ഇന്ന സ്പേസിൽ ഒരു ലെവലായിട്ട് നിൽക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിൽ നിന്നുള്ള കമ്പോണൻറ്റിൽ നിന്ന് താഴോട്ടാക്കണം. അതാണ് നമ്മൾ PT കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സ്പേസ് നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത്ര സ്പേസ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് എപ്പോഴും ഓർത്തണം, മെയിൻലി നമ്മൾ റിയാക്റ്റിനകത്ത് ക്ലാസ് അല്ല, ക്ലാസ് നെയിം എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുക. സോ അത് ക്ലാസ് ഒന്നും ഒരിക്കലും എങ്ങനെ കൊടുക്കരുത്, ക്ലാസ് നെയിം എന്ന് കൊടുക്കണം. നമുക്ക് കോഡ്സ് എല്ലാം ഇങ്ങനെ വളരെ മെസ്സപ്പ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോഡ്സ് കറക്റ്റാക്കാൻ വേണ്ടി Shift+Alt+F എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോഡ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറയാൻ ഫൂട്ടറാണ്. അത് മെയിൻലി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും റിയാക്ട്, ജാങ്കോ, ടെയിൽവിൻഡ് അങ്ങനെയുള്ള ടെക്നിക്കലിലൊക്കെ സ്പെഷ്യൽ ക്ലാസ്സസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി.